ഹലോ ഗായ്സ്, അടുത്തായിട്ട് പാടാൻ വന്നൊരു പ്രണയഗാനമാണ്. പ്രണയഗാനം തന്നെ ആയിക്കോട്ടെ. പ്രണയഗാനത്തിലെ ബൈബിളിലെ പ്രണയഗാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് 1008 പാട്ടുകൾ എഴുതിയ ശലോമോൻ രാജാവിന് തന്നിലുള്ള യേശുവിനോട് തന്നിലുള്ള പ്രണയത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രണയകാവ്യങ്ങളാണ് ഓരോന്നും. ഉത്തമഗീതം, സങ്കീർത്തനങ്ങളൊക്കെ. അത് നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. നിങ്ങളെ എല്ലാവരെയും ഞാൻ ആ ശാരോനിലോട്ട് ക്ഷണിക്കുകയാണ്. അവിടെ നമുക്കൊന്നിച്ച് ശാരോനിലൊക്കെ പോയി ആ സിയുടെ താഴ്വരയിലൂടെയൊക്കെ ഒന്ന് പോയി പാട്ടൊക്കെ പാടി നമുക്ക് പ്രാണപ്രിയനെയൊക്കെ അന്വേഷിച്ചത് വഴിയൊക്കെ ഒന്ന് പോയി പാട്ടൊക്കെ പാടി നമുക്ക് വരാം. നമ്മളല്ല ഇപ്പോൾ ആ ശാരോനിൽ, ആ സിയോനിൽ നമ്മൾ ചെന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക. ശാരോനിൽ ചെന്നാൽ അവിടെ എന്തൊക്കെ കാണാമെന്ന് ചോദിച്ചാൽ അവിടെ ശാരോനിലെ പൂനിലാവ് നമ്മൾ കാണുന്നത് എപ്പോഴാണ്? രാത്രിയിലാണ്. അപ്പോൾ നമ്മൾ രാത്രിയിൽ ശാരോനിൽ ചെന്നെന്ന് എല്ലാവരും ഇമാജിൻ ചെയ്യുക. നമ്മൾ അവിടെ ശാരോനിൽ ചെന്ന് പൂനിലാവ് കണ്ടുകൊണ്ട്, കൊച്ചു കുഞ്ഞിൻ്റെ കൗതുകത്തോട് നമ്മൾ പൂനിലാവ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്തോ ഒരു വലിയൊരു സ്മെല്ല് നമ്മളെ വന്ന് ആ ഒരു ഫ്രാഗ്രൻസ് നമ്മളെ വന്ന് ഇങ്ങനെ കവർ ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ചാൽ ശാരോനിലെ പനിനീർപ്പൂവിൻ്റെ സുഗന്ധം. അതുപോലെ തന്നെ പിന്നെ മുന്തിരിവള്ളി പൂത്ത് തളിർക്കുന്ന ആ സുഗന്ധം. രാത്രി ആയതുകൊണ്ട് തന്നെ കടകമ്പോളങ്ങളില്ല, പൊടിയില പൊല്യൂഷൻ്റെ അവിടെ ഭയങ്കര നിശബ്ദതയാണ്. ഈ നിശബ്ദതയ്ക്കിടയിലും ചെറിയ അടക്കി പിടിച്ച സംസാരങ്ങളും ചിരിയൊക്കെ കേൾക്കാം. നമുക്കൊന്ന് പോയിട്ട് വരാം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ എവിടെയാണ്? ശാരോനിലാണ്. ശാരോനിൽ നമ്മൾ രാത്രിയിൽ പൂനിലാവ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നല്ല സുഗന്ധമൊക്കെ ഒഴുകി വരുന്നുണ്ട്. നമ്മളിതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ആ ഫീലൊക്കെ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പോയി നോക്കുകയാണ് എന്താണ് ആ ചിരിയും അടക്കി പിടിച്ച സംസാരമൊക്കെ. അപ്പോൾ കുറേ സ്ത്രീകളും പുരുഷന്മാരും നിന്ന് അവിടെ എന്തോ ചെയ്യുന്നു. അവരെന്തോ ചെയ്യാണ്? ഒരു വള്ളിത്തല മുറിക്കുകയാണ്. അത് പല ശാരോനിലെ ചില കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ആ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അവർ വള്ളിത്തല മുറിക്കുകയാണ്. കൂടുതൽ ഫലം കഴിക്കാൻ വേണ്ടി അവർ വള്ളിത്തല ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് വളർന്നു വരുന്നത് അവരിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വിടുകയാണ്. പിന്നെ കുറുപ്രാവിൻ്റെ സൗണ്ടുണ്ട്. അത്തിക്കായി പഴുത്ത് കിടക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് തളർത്ത് നിൽക്കുന്നു, മാതളനാരകം പൂവിട്ട് നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആരോ ഒരാൾ ഒരു സോങ് ഇങ്ങനെ പാടിക്കൊണ്ട് ആ ശാരോൻ്റെ താഴ്വരയിൽ ഇങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് പോയി നോക്കിയാൽ ആരാണ്? ശലോമോൻ രാജാവ് എന്താണ് പാടുന്നത്? പ്രണയഗാനമാണ് പാടുന്നത്. എൻ്റെ പ്രേമകാന്തിനെ അന്വേഷിച്ച് ആ സിയോൻ്റെ താഴ്വരയിലൂടെ ഇങ്ങനെ പോകണം. രാത്രിയുടെ നിശബ്ദതയിൽ ഇങ്ങനെ പോകണം. നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങനെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എന്താണ് പാടുന്നത്? പ്രണയഗാനം പാടുകയാണ്. അങ്ങനെ നമുക്ക് നോക്കാം. ശലോമോൻ രാജാവ് തൻ്റെ പ്രാണപ്രിയനെ കണ്ടെത്തിയെന്ന്. അവിടെ ആ താഴ്വാരത്ത് കുറേ ഇങ്ങനെ വൈറ്റ് കളറിൽ പിന്നെ റോസ് കളറിലൊക്കെ എന്തോ ഇങ്ങനെ പുഷ്പിച്ച് നിൽക്കുന്നത്. അതെന്താണ്? താമരയാണ്. താമര ഇങ്ങനെ പുഷ്പിച്ച് ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ നിന്നിങ്ങനെ ആടിനെ പിടിക്കുന്നു. ആരാണ്? ആ ശലോമോൻ രാജാവ് അങ്ങോട്ട് തന്നെയാണല്ലോ പോകുന്നത്. അതാരാണ്? തൻ്റെ പ്രാണപ്രിയൻ അവിടെ നിന്ന് ആടിനെ മേയ്ക്കുകയാണ്. താമരയ്ക്കിടയിൽ നിന്ന് ആടിനെ മേയ്ക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് പാട്ടും പാടിക്കൊണ്ട് സിയോൻ്റെ ശാരോൻ്റെ താഴ്വര പോകണമെന്ന് എനിക്കൊരാഗ്രഹം. നിങ്ങൾ എത്ര പേര് വരുന്നുണ്ട്? ഞാനും പ്രാണപ്രിയനെ അന്വേഷിച്ച് ആ സിയോൻ്റെ താഴ്വരയിൽ ശാരോൻ്റെ താഴ്വരയോട് ഇങ്ങനെ പോകാൻ ഞാൻ പോയി പാടിയിട്ട് ഞാൻ അവിടെ കാട്ടുതരുക്കൾക്കിടെ കുറേ ഒരു നാരകം അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ചോട്ടിൽ പോയി ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ പ്രാണപ്രിയൻ വരും. വന്നിട്ട് അവൻ്റെ വലങ്കരം കൊണ്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറയും, എൻ്റെ സുന്ദരി, എൻ്റെ കാന്തേ വരിക. ഇന്ന് വരെ എന്നെ ആരും സുന്ദരി എന്ന് വിളിച്ചിട്ടില്ല. ഇവർ എൻ്റെ കാന്തേ, എൻ്റെ സുന്ദരി വരിക എന്നും പറഞ്ഞ് അവൻ ഒരു കൈ കൊണ്ട് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഒരു കൈ എൻ്റെ തോളിലൂടെ ഇട്ടിട്ട് ഒരു ഇടത്ത് കൈ കൊണ്ട് അവൻ്റെ കൊട പിടിച്ചിട്ടുണ്ട്. അതൊരു കൊടിയാണ്, ജയത്തിൻ്റെ കൊടിയാണ്. അത് പിടിച്ചിട്ട് അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോട്ടെ. നേത്രമായ കോതമ്പ് കൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്തുക. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ന് നിങ്ങൾ ഈ അനുഭവത്തിലാണ്, ഈ ഒരു ഫീല് നിങ്ങൾ ശാരോനിൽ ആണെന്ന് ഇമാജിൻ ചെയ്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ഫീല് അനുഭവപ്പെടുന്നുണ്ട്? നമുക്ക് ഇന്ന് ശാരോനിലെ ആ താഴ്വര, സിയോൻ്റെ താഴ്വരയിൽ പാട്ട് പാടിക്കൊണ്ട് പോകാം. നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധയും ഞാൻ സിയോനിലോട്ട് ക്ഷണിക്കുകയാണ്. ശാരോനിലെ പൂനിലാവ് പോൽ തെളിയൂ നീ, ഹർമോനിലെ മഞ്ഞു പോൽ പൊഴിയൂ നീ, ശാരോനിൻ പനി നീർപ്പൂവിൻ സൗരഭ്യം പകരു നീ പ്രിയനേ, സൗരഭ്യം നുകരുവാൻ കൊതിയേറുന്നേ, നിൻ മുഖകാന്തിയിൽ അണിഞ്ഞു ചേരാൻ ആശയേറുന്നേ, പ്രിയനേ, പ്രിയനേ, പ്രിയനേ,
ഗ്രാമങ്ങളിൽ ചെന്നൊരാവാർക്കാം നമുക്ക് മാതളനാരകം പൂവിട്ടുപോയെന്ന് നോക്കാം. സിയോനിൻ്റെ താഴ്വരയിൽ പോകാം നമുക്ക് ശലോമോൻ്റെ പ്രേമഗീതം കേൾക്കാം. ഗ്രാമങ്ങളിൽ ചെന്നൊരാവാർക്കാം നമുക്ക് മാതളനാരകം പൂവിട്ടുപോയെന്ന് നോക്കാം. അത്തിക്കായകൾ വെളുത്തല്ലോ മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം പൂശുന്നു. അത്തിക്കായകൾ വെളുത്തല്ലോ മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം പൂശുന്നു. വള്ളിത്തല മുറിക്കും കാലം വന്നല്ലോ പ്രിയനേ 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 നീ എന്തേ വരാൻ വൈകുന്നു. സിയോനിൻ്റെ താഴ്വരയിൽ പോകാം നമുക്ക് ശലോമോൻ്റെ പ്രേമഗീതം കേൾക്കാം. ഗ്രാമങ്ങളിൽ ചെന്നൊരാവാർക്കാം നമുക്ക് മാതളനാരകം പൂവിട്ടുപോയെന്ന് നോക്കാം. സിയോനിൻ്റെ താഴ്വരയിൽ പോകാം നമുക്ക് ശലോമോൻ്റെ പ്രേമഗീതം കേൾക്കാം. ഗ്രാമങ്ങളിൽ ചെന്നൊരാവാർക്കാം നമുക്ക് മാതളനാരകം പൂവിട്ടുപോയെന്ന് നോക്കാം. വടതിക്കാറ്റ് വീശുക തെന്നിക്കാറ്റ് ഉണരുക. വടതിക്കാറ്റ് വീശുക തെന്നിക്കാറ്റ് ഉണരുക. പ്രിയന്റെ തോട്ടത്തിൽ വീശുക നിങ്ങളിൽ നിലൻ പ്രിയന്റെ സൗരഭ്യം വരുത്തുക. പ്രിയനേ പ്രിയനേ നീ എന്തേ വരാൻ വൈകുന്നു. സിയോനിൻ്റെ താഴ്വരയിൽ പോകാം നമുക്ക് ശലോമോൻ്റെ പ്രേമഗീതം കേൾക്കാം. ഗ്രാമങ്ങളിൽ ചെന്നൊരാവാർക്കാം നമുക്ക് മാതളനാരകം പൂവിട്ടുപോയെന്ന് നോക്കാം. സിയോനിൻ്റെ താഴ്വരയിൽ പോകാം നമുക്ക് ശലോമോൻ്റെ പ്രേമഗീതം കേൾക്കാം. ഗ്രാമങ്ങളിൽ ചെന്നൊരാവാർക്കാം നമുക്ക് മാതളനാരകം പൂവിട്ടുപോയെന്ന് നോക്കാം. ശാരോനിലെ പൂനിലാവു പോൽ തെളിയൂ നീ. ഹർമ്മോനിലെ തൂമഞ്ഞുപോൽ പൊഴിയൂ നീ. ശാരോനിൻ പനി നീർപ്പൂവിൻ സൗരഭ്യം പകരൂ നീ എന്നിൽ പ്രിയനേ എൻ പ്രിയനേ 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 നീ എന്തേ വരാൻ വൈകുന്നു. സിയോനിൻ്റെ താഴ്വരയിൽ പോകാം നമുക്ക് ശലോമോൻ്റെ പ്രേമഗീതം കേൾക്കാം. ഗ്രാമങ്ങളിൽ ചെന്നൊരാവാർക്കാം നമുക്ക് മാതളനാരകം പൂവിട്ടുപോയെന്ന് നോക്കാം. സിയോനിൻ്റെ താഴ്വരയിൽ പോകാം നമുക്ക് ശലോമോൻ്റെ പ്രേമഗീതം കേൾക്കാം. ഗ്രാമങ്ങളിൽ ചെന്നൊരാവാർക്കാം നമുക്ക് മാതളനാരകം പൂവിട്ടുപോയെന്ന് നോക്കാം.